സൗഖ്യമാകാൻ യേശു, പ്രാർത്ഥിക്കാൻ ഗുരുദ്വാര. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഇതാണ് ക്രൂസൈഡിൽ മിക്കപ്പോഴും നടക്കുന്ന കാര്യം. യേശു സൗഖ്യമാക്കിയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. യേശു സൗഖ്യമാക്കി. പക്ഷെ ക്രോസ് പ്രസംഗിക്കാഞ്ഞത് കൊണ്ട് അവൻ ഇപ്പോഴും എവിടെ തന്നെയാണ്? ഗുരുദ്വാരയിലാണ്. ഇത് നടന്ന സംഭവമാണ്. ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ദിസ് ഇസ് ലിറ്ററലി ഹാപ്പൻ. ഇത് അതേപോലെ തന്നെ സംഭവിച്ച ഒരു കാര്യമാണ്. ക്രൂശ് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല്, ഐ ടെൽ യു, ക്രൂശ് എപ്പോഴും നമ്മളെ നമ്മുടെ പഴയ ലോകത്തിൽ നിന്ന് വേർപെടുത്തുകയാണ്. സെപ്പറേഷൻ. ഈ ഉപദേശം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെപ്പറേഷൻ. പഞ്ചാബിൽ ഒരു ക്രൂസൈഡ് നടത്തിയാൽ പഞ്ചാബിലെ 3 സ്റ്റേറ്റ്, ഞാൻ പഞ്ചാബിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, 3 ഡിസ്ട്രിക്റ്റുകളിലാണ് ക്രിസ്ത്യാനികൾ കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. ആ 3 ഡിസ്ട്രിക്റ്റുകളിൽ, അതായത് ലുധിയാന, അമൃത്സർ, പത്താൻകോട്ട്, ആ ഏരിയ വരുന്ന അവിടെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെ നിങ്ങൾ എവിടെ ഒരു ക്രൂസൈഡ് നടത്തിയാലും എന്തോ നടത്തിയാലും ഈ സിഖുകാരെല്ലാവരും വരും. ഇഷ്ടം പോലെ ഗോതമ്പം കൊണ്ട് നമുക്ക് തരും. പക്ഷേ നമ്മുടെ മീറ്റിംഗ് നടത്താൻ ഗോതമ്പ് കൊണ്ട് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവരാരും രക്ഷിക്കപ്പെട്ടെന്ന് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ മനസ്സിന്റെ ഒരു നന്മയാണ്. അവരുടെ മനസ്സിലെല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്താ? അവരുടെ ഒരു മാനുഷിക നന്മയാണ്. അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആ മാനുഷിക നന്മ എപ്പോഴാണ് പ്രശ്നത്തിനാകുന്നതെന്ന് ചോദിച്ചാൽ, വെൻ യു പ്രീച്ച് ദ ക്രോസ്. അതുകൊണ്ടാണ് ക്രോസ് പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യകത. ക്രോസ് ഈസ് എ കോസ് ഫോർ സെപ്പറേഷൻ. നമ്മൾക്കൊരു വേർപാട്. ക്രൂശ് നമ്മെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നു, നമ്മുടെ സമുദായത്തിൽ നിന്ന് വേർതിരിക്കുന്നു, നമ്മുടെ പഴയ സമൂഹത്തിൽ നമ്മളെ വേർതിരിക്കുന്നതാണ് ശരിക്കും ക്രോസ് എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അവിടെ വേറൊരു വാക്കോടെ നമ്മൾ കാണുന്നുണ്ട്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. യഹൂദന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ. എന്നാണെന്നറിയാമോ? ജഡത്തിൽ സുമുഖം കാണുവാൻ ഇച്ഛിക്കുന്നവരെന്ന് പറയുന്നത് ഇവർക്ക് എല്ലാരെയും വേണം. ഇവർക്ക് യഹൂദനെയും വേണം, ക്രിസ്ത്യാനിയും വേണം, യേശുവിനെയും വേണം, റബ്ബിമാരെയും വേണം, എല്ലാരെയും വേണം. ഇതുപോലെ ഇന്നുകൊണ്ടല്ലോ ഇഷ്ടം പോലെ. ബാറ്റ്സിന്റെ കാര്യം നമ്മൾ പറയുമല്ലോ, വാവലുകൾ മൃഗങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ പല്ല് കാണിക്കും. എന്താണ്? പക്ഷികളുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിറക് കാണിക്കുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന എത്ര കാലം നിൽക്കും? എന്റെ ചോദ്യം അതാണ്. ക്രോസ് എപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മളെ വേർതിരിക്കുകയാണ്. ക്രോസ് ഈസ് ദ യുണീക്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇഫ് ഹി വാസ് നോട്ട് ക്രൂസിഫൈഡ്, ജീസസ് വുഡ് ഹാവ് ബീൻ ഓൺലി ആൻ ഓർഡിനറി റിലീജിയസ് ലീഡർ. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരുന്നില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ വേറെ ഏതെങ്കിലും റിലീജിയസ് ലീഡറെ പോലെയൊക്കെ ഉള്ളൂ യേശു. അല്ലാതെ എന്താ ഉള്ളത്? പക്ഷെ എന്താണ് യേശുവിന്റെ യുണീക്നെസ്? ഇറ്റ് ഈസ് ഹിസ് ക്രോസ്. ഇന്ന് യേശു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു. ഇപ്പൊ യുണൈറ്റഡ് നേഷൻസ് നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചാൽ യേശുവിന്റെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചെന്ന് നിങ്ങൾ ഇറക്കി വിടത്തൊന്നുമില്ല. പക്ഷെ യേശുവിന്റെ ക്രൂശ് പ്രസംഗിച്ചാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഇറക്കി വിടും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? യുണൈറ്റഡ് നേഷൻസിലെ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഖണ്ഡിക മുഴുവൻ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരും എന്ത് ചെയ്യത്തില്ല? ഇറക്കി വിടത്തില്ല. ദേ അപ്രീഷിയേറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് ഗുഡ്, ഗ്രേറ്റ് എന്ന് പറയും. പക്ഷേ ക്രോസ് പ്രസംഗിച്ചു പോയാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. നിങ്ങൾ യോഗത്തിന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ കൺവെൻഷന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ ക്രൂസൈഡിന് പോയെന്ന് പറഞ്ഞുകൊണ്ടോ ആരും എന്ന് ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. എന്നൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടേണ്ടതിന്, ക്രിസ്തുവിനോട് ചേരേണ്ടതിന് നിങ്ങൾ സ്നാനക്കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. ഇറ്റ് ഇസ് സംതിങ് ഡിഫറെന്റ്. ക്രൂശ് യവനന്മാർക്ക്, പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യവനന്മാർക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയും. യവനന്മാർക്ക് അല്ലെങ്കിൽ ഗ്രീക്കുകാർക്ക് ഇതൊരു ഭോഷത്വമായിട്ടേ തോന്നിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ how can you say that a man who crucified, a man who died on a cross is the savior of the world? അതെങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. അവർക്കത് ഫൂളിഷ്നെസ് ആയിരുന്നു. പക്ഷെ യവനന്മാർക്ക് അത് ഫൂളിഷ്നെസ് ആയിരുന്നെങ്കിൽ യഹൂദന്മാർക്ക് ഫൂളിഷ്നെസ് മാത്രമല്ല, അതൊരു ഇടർച്ചയുമായിരുന്നു. ഇറ്റ് വാസ് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 20-23 ആണ് ഞാൻ വായിച്ചത്. ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ തന്നെ പലപ്പോഴും ഇടർച്ച കൊണ്ടുവരുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ക്രൂശ് മനുഷ്യരെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അവൻ ഇരുപക്ഷത്തെയും യോജിപ്പിച്ചു. ക്രൂശ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു. അതേപോലെ ക്രൂശ് എന്ത് ചെയ്തു? മനുഷ്യനെയും തമ്മിൽ യോജിപ്പിച്ചു. അതൊരു വശം. എന്നാൽ ഇതേ ക്രൂശ് തന്നെ അതിന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുന്നു. അല്ലെങ്കിൽ once you decide to be identified with Jesus Christ and once you want to be crucified with Jesus Christ, you know what happens? ക്രൂശ് വാൾ കൊണ്ടുവരികയാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യൻ തന്റെ അപ്പനോടും മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോടും ഭേദിപ്പാൻ അത്ര ഞാൻ വന്നത്. കർത്താവ് പറയാണ്, നമുക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ കർത്താവ് പറയുന്നത്?
കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് വാളും കൊണ്ടാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. 36-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. എപ്പോൾ മനുഷ്യന്റെ വീട്ടുകാർ അവന്റെ ശത്രുക്കളാകും? 32-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത്. 32-ല് നമ്മൾ കാണുന്നു, കർത്താവ് പറയാണ്, മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളി പറയും. അപ്പോൾ ഏറ്റുപറയാൻ തുടങ്ങുമ്പോഴാണ് ശത്രുത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പണ്ട് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഒറീസയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് മധ്യപ്രദേശിലും ഒത്തിരി ക്രിസ്ത്യൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ ദമോയിൽ ഉണ്ടായിരുന്ന ബർന്നവാസ് എന്ന ഞങ്ങളുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന കോളേജ് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ്, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. അദ്ദേഹത്തോട് അവിടുത്തെ ഒരു നോമിനൽ ചർച്ചിൽ ഒരാൾ പറഞ്ഞു, സാറേ കണ്ടില്ലേ എല്ലായിടത്തും വലിയ പീഡനം ഉണ്ടാകുക സാറേ, ക്രിസ്ത്യാനികളെ എല്ലാവരും പീഡിപ്പിക്കുക. എന്നെ ബർന്നവാസങ്ങളെ ചോദിച്ചു, അതിന് നീ എന്തിനാണ് പേടിക്കുന്നത്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് നീ എന്തിനാണ് പേടിക്കുന്നത്? നീ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും കാലമായിട്ട്? നീ ആരോടെങ്കിലും നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നിനക്കൊന്നും പറ്റത്തില്ല, നീ പേടിക്കൊന്നും വേണ്ട. എപ്പോഴാണ് പേടിക്കേണ്ടത്? വെൻ യു സ്റ്റാർട്ട് വിറ്റ്നസിങ് ജീസസ്. അല്ലെങ്കിൽ എന്തോന്ന് പ്രശ്നം? നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പീഡനം ഉണ്ടാകത്തില്ല. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് വിറ്റ്നസിങ് ജീസസ്, യു നോ വാട്ട് ഹാപ്പൻസ്? മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും. ഇത് നമ്മൾ ക്രൂശ് ഉപദ്രവം കൊണ്ടുവരുന്നതാണ്. നമ്മൾ ക്രൂശിന്റെ ഉപദ്രവം നമ്മൾ ഗലേഷ്യൻസ് നമ്മൾ കണ്ട വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ പള്ളികളിലേക്ക് നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകുന്നത് എന്താണ്? വെൻ യു ആർ റെഡി, വെൻ യു ആർ ടേക്കിംഗ് അപ്പ് യുവർ ക്രോസ്, വെൻ യു ടേക്ക് യുവർ ക്രോസ്, നിങ്ങളുടെ ക്രൂശ് എടുക്കുമ്പോഴാണ്. എന്നാൽ ഒരു കാര്യം, ക്രൂശ് എടുക്കുന്നവൻ മരണത്തെ പേടിക്കത്തില്ല. കാരണം ക്രൂശ് എടുക്കുന്നവൻ അവൻ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ക്രൂശ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മരണമാണ്. ക്രൂശ് എടുത്തവൻ മരണത്തെ പേടിക്കത്തില്ല. ക്രൂശ് എടുത്തവൻ ഉപദ്രവം വന്നു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഓടിപ്പോകത്തില്ല. ഉപദ്രവത്തിന്റെ സമയത്ത് ഓടിപ്പോകുന്നവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രോസ് എന്ന് തിരിച്ചറിയാത്തവനും യേശുവിന്റെ ക്രൂശ് എടുത്തിട്ടില്ലാത്തവനുമാണ്. അല്ലാത്ത ആരും ഓടിപ്പോകത്തില്ല. എപ്പോഴാണ് ഓടിപ്പോകുന്നത്? When you fear death, if you do not fear death, you fear nothing. മരണത്തെ പേടിക്കാത്തവൻ ഒന്നിനെയും പേടിക്കുന്നില്ല. മരണത്തെ പേടിക്കുന്നവൻ നിഴലിനെ പോലും പേടിക്കും. റൈറ്റ്? അപ്പോൾ മരണത്തെ പേടിക്കാതിരിക്കണമെങ്കിൽ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്റ്റേജാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ലൂക്കില് നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങളിൽ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഒരു ദിവസം, ഇപ്പോഴല്ല, കല്യാണം കഴിച്ച സമയത്ത് ജെസി ഈ വാക്യം വായിച്ചേ, ഇതിനകത്ത് ഭാര്യയുടെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് മാത്രം വായിച്ചാൽ പോലെ, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിക്കുക, അവിടെ ഭാര്യയോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ പകയ്ക്കാതെ, അല്ലെങ്കിൽ പകയ്ക്കാതെ ഉദ്ദേശിക്കുന്നത് എന്നേക്കാൾ അധികം അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ യു കനോട്ട് ബി എ ഡിസൈപ്പിൾ ഓഫ് മൈൻ. Disciple of mine. Okay? അപ്പോൾ if you want to be a real Christian, you need to be crucified with Christ. If you are crucified with yours, I mean, if you are on a cross, if you have taken your cross, നിങ്ങളുടെ ക്രൂശ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്? ഉപദ്രവം ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ യേശുവിന്റെ പിന്നാലെ പോകേണ്ടത്. അടുത്തതായിട്ട്, യു കനോട്ട് ക്രൂസിഫൈ യുവർ സെൽഫ്. അതൊരു വലിയൊരു സ്പിരിച്വൽ ട്രൂത്ത് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ കാര്യവും നമുക്ക് വേണമെങ്കിൽ നമുക്ക് കഴുത്തറത്ത് ചിലപ്പോൾ ചാകാൻ പറ്റുന്നിരിക്കും, പിച്ചാത്തി കൊണ്ട് വേണമെങ്കിൽ സ്വയം അങ്ങ് കുത്താൻ പറ്റുന്നിരിക്കും, അല്ലെങ്കിൽ സൈലൻസ്, അല്ലെങ്കിൽ ഒരു തോക്ക് വെച്ച് നമുക്ക് വെടിവെക്കാൻ പറ്റുന്നിരിക്കും. ഈവൻ യു ക്യാൻ ഹാങ് യുവർ സെൽഫ്, ബട്ട് യു കനോട്ട് ക്രൂസിഫൈ യുവർ സെൽഫ്. എന്താ ഇതിന്റെ ആത്മീകമായ യാഥാർത്ഥ്യം? ആത്മീയ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, നമ്മളെ ക്രൂശിക്കുവാനുള്ള കർത്താവ് പറഞ്ഞില്ല, ഞാൻ ഭൂമിയിൽ വാൾ കൊണ്ടുവന്നിരിക്കുന്നു. ഏറ്റവും വലിയ തമാശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാള് കൊണ്ടുവന്ന് എന്റെ കയ്യിലല്ല തന്നേക്കുന്നത്, എന്റെ ശത്രുവിന്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? കർത്താവ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വാൾ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ വാൾ കൊണ്ടുവന്നിട്ട് കർത്താവ് വാള് എന്റെ തന്നിട്ടില്ല, ആരുടെ കൊടുത്തിരിക്കുക? എന്നെ വെട്ടാൻ എന്റെ ശത്രുവിന്റെ കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ക്രൂശിക്കാനുള്ള ആണി ആരുടെ കയ്യിലാ? ശത്രുവിന്റെ കയ്യിലാ. കാര്യം, ശത്രുവിന്റെ കയ്യിൽ കർത്താവ് കൊടുത്തിരിക്കുകയാണ് ആണി. എന്തിന്? നമ്മളെ ക്രൂശിക്കാൻ. അപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ക്രൂശിക്കുവാൻ ദൈവം ആളുകളെ ഒരുക്കുകയാണ്. എന്നെ ക്രൂശിക്കാനുള്ള ക്രൂശ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ആണിയും മുൾക്കിരീടവും വിലാപ്പുറത്ത് കുത്തി മുറിവേൽപ്പിക്കാനുള്ള
കുന്തവും എല്ലാം ആരുടെ കയ്യിലാണ്? ശത്രുവിന്റെ കയ്യിലാണ്. അപ്പൊ നിങ്ങളെ ക്രൂശിക്കാൻ ദൈവം ആണി കൊടുത്തിട്ടുള്ള ശത്രുക്കൾക്കായിട്ട് നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പഠിക്കണം. മിക്ക സമയത്തും കയ്യേലോട്ട് ആണി അടിക്കുമ്പോൾ കർത്താവ് ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് ക്രൂശിക്കപ്പെടാനായിട്ട് ഒരാണി ഇവന്റെ കൊടുത്തതിനായി ആ ആണിക്കായി സ്തോത്രം ചെയ്യാനൊക്കെ പഠിക്കണം. കാര്യം ക്രോസ് എക്സ്പീരിയൻസ് ഒരു ഭയങ്കര ഒരു ഗ്ലോറിയസ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു. അതുകൊണ്ട് നമ്മളെ അടിക്കാനുള്ള ആണി ആരുടെ കൊടുത്തിരിക്കുക? ശത്രുവിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. സി, ദാറ്റ്സ് എ സ്പിരിച്വൽ ട്രൂത്ത്. ദെൻ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോട്ടെ. ക്രോസ് ഈസ് ദി എൻഡ് ഓഫ് സിൻ. പാപത്തിന്റെ അവസാനമാണ് വാസ്തവത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം മാനുഷികതയിൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് പാപത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിനെ ശിക്ഷ വിധിച്ചു. എന്തായിരുന്നു ശിക്ഷ? ദാറ്റ് വാസ് ക്രോസ്. പാപത്തിന് ഇനി എന്നിമേൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജഡത്തിൽ എന്ത് ചെയ്യണം? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ പാപം കറപ്റ്റ് ആക്കിയിട്ടുള്ള ജഡത്തെ തന്നെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാണ്? ക്രൂശിലാണ്. ക്രൂശ്, ആ ക്രൂശിന്റെ പാപത്തിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, വീണ്ടും നമുക്ക് ആ ഭാഗങ്ങളെ കുറിച്ച് സമയമുണ്ടെങ്കിൽ പോകാം. അങ്ങനെ ആ പാപത്തിൽ നിന്നും, ജഡത്തിൽ നിന്നും, ലോകത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്തേ പറ്റുള്ളൂ? വെൻ യുവർ കാർണൽ സെൽഫ് ഈസ് ക്രൂസിഫൈഡ്, യു ആർ ഫ്രീഡ് ഫ്രം ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ നമ്മുടെ നമുക്ക് ഉള്ള അല്ലെങ്കിൽ നമ്മളെ പാപത്തിലേക്ക് വീഴിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ വീണു പോകാതിരിക്കാൻ, നമ്മുടെ പാപത്തിന്റെ അന്തിമത അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്താണ്? വി ആർ ഫ്രീഡ് ഫ്രം സിൻ. പാപത്തെ മാറ്റി നിർത്തുന്നത് അത് ക്രോസ് ആണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് മാത്രമേ നമുക്ക് പാപത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗം ഉണ്ടല്ലോ, യേശു കർത്താവ് എന്താണ്? കൊലോസിയൻസ് ചാപ്റ്റർ 2:15 ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പ്രൊക്ലെയിം യുവർ വിക്ടറി ഓൺ ദ ക്രോസ്. ഈ വേറെ ഒരു മാർഗവുമില്ല. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പ്രിയമുള്ളവരെ, വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിക്കാൻ പ്രെയർ വാക്ക് നടത്തിയാൽ പോരാ. നമ്മുടെയൊക്കെ ചിന്ത അതാണ്. ദേശാധിപതികളെ ബന്ധിക്കാനായിട്ട് അമ്പലത്തിന്റെ ചുറ്റും 16 പ്രാവശ്യം നടന്ന ഉടനെ അങ്ങ് പോകുമെന്നാണ് നിങ്ങളുടെ ചിന്ത. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിക്കണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? ക്രൂശിൽ കയറണം. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ചത് എവിടെ മാത്രമാണ്? ക്രൂശിൽ. അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. എറണാകുളത്തെ സാത്താനെ ബന്ധിക്കാനായിട്ട് സാത്താന്റെ രൂപത്തിൽ ഒരു ബലൂൺ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചു വിട്ടാലൊന്നും സാത്താൻ പോകത്തൊന്നുമില്ല. ക്രൂശിൽ കയറിയാലേ എന്തോ ഉണ്ടാകത്തുള്ളൂ, സാത്താൻ പോകത്തുള്ളൂ. ബലൂൺ പൊട്ടിച്ചാൽ പോരാ. 5 സ്റ്റാർ ഹോട്ടലിൽ മുറി എടുത്തിട്ട് ഒരാഴ്ച ഉപവാസം എടുത്തിട്ട് ഗംഗാനദി കൊണ്ടുപോയി 2 കമ്പൊടിച്ചാൽ ഉടനെ ഒന്നും അവിടുത്തെ സാത്താനൊന്നും പോകത്തൊന്നുമില്ല. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളാണ്, നടക്കാത്ത കാര്യങ്ങളല്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. എന്താണ് ഈ ലോകത്തിന്റെ വാഴ്ചകളുടെ മേലും അധികാരവർഗത്തിന്റെ മേലും അവരെ ആയുധവർഗം വെപ്പിക്കുവാൻ ദൈവം യേശുവിന് കൊടുത്ത അതേ മാർഗം തന്നെയാണ് എനിക്കും തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ക്രോസ് എക്സ്പീരിയൻസ്. ഞാൻ പറയട്ടെ, പല സമയത്തും നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പണ്ടും പല സ്ഥലങ്ങളിലും സുവിശേഷ വേല ചെയ്തിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇന്നും ചില സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്യുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങൾ വളരെ ഡള്ളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ പണ്ട് ഒരിടത്ത് സുവിശേഷ വേല ചെയ്തിട്ടൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പറയുമായിരുന്നു, നമ്മുടെ കമ്മിറ്റ്മെന്റിന്റെ കുറവാണ്, നമുക്ക് കൂടുതൽ കഷ്ടപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലും അങ്ങനെയൊക്കെയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റിന്റെ കുറവാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ കുഴപ്പമാണെന്ന് സമ്മതിക്കുമായിരുന്നു ഒരിടത്ത് സുവിശേഷ വേല ചെയ്തിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ. ഇപ്പൊ അങ്ങനെയല്ല പറയുന്നത്. ഇതൊന്നും നമ്മുടെ കുഴപ്പമില്ല, ദേശാധിപതിയുടെ പ്രശ്നമാണ് ഇത് മുഴുവൻ. ഇവന്റെ 4 നേരം കഴിച്ചേച്ച് പോയി കിടന്ന് ഉറങ്ങിയേച്ച് അവിടെ ദേശാധിപതി ഇരിക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ സുവിശേഷം വേല നടക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? നീ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങോട്ട് നീ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരു കാര്യം ചെയ്യ്. ദേശാധിപതി നിന്നെ ഒന്നും ചെയ്യത്തില്ല. ക്രോസ് എക്സ്പീരിയൻസ്. കഷ്ടം സഹിക്കാനൊന്ന് തയ്യാറാക്, ഒരു സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാക്. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണ് ജയോത്സവം കൊണ്ടാടുന്നത്? ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അടുത്തതായിട്ട്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രൂശിന്റെ പ്രത്യേകതയാണ് എന്താണ്? ഐ എം നെയിൽഡ് ടു എ ക്രോസ്.
ആണി അടിച്ചിരിക്കുകയാണ്. എന്റെ കയ്യിലും കാലിലും ഒക്കെ ആണി അടിച്ചിരിക്കുകയാണ്. ആണി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏന്തി വലിഞ്ഞ് ചെല്ലാൻ പറ്റത്തില്ല. ഐ കനോട്ട് ടച്ച് ദ വേൾഡ്. എനിക്ക് ലോകത്തെ തൊടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ബിക്കോസ് ഐ എം ക്രൂസിഫൈഡ്. The world is crucified to me and I am crucified to the world. ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആണി അടിച്ച ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലോകത്തോട് ഒരു കാര്യവുമില്ല. ബിക്കോസ് ഐ എം ക്രൂസിഫൈഡ് ടു ദ വേൾഡ്. ഇന്നത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലോകം എനിക്ക് ലോകത്തെ ഇന്ന് തൊടാൻ ഒരു പ്രയാസമില്ല. കാരണം എന്റെ കയ്യിൽ ആണിയില്ല. ലോകത്തിലേക്ക് നടന്നു ചെല്ലാൻ എനിക്കൊരു പ്രയാസമില്ല. കാര്യം എന്റെ കാലിൽ ആണിയില്ല. ലോകത്താൽ ഇന്ന് സ്വാധീനിക്കപ്പെട്ട ഒരു സഭയാണ്, ജനങ്ങളാണ്, വിശ്വാസികളാണ്. വി ആർ റിയലി സ്പർജൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് സഭയ്ക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിയാത്തതെന്ന്. കാരണം സഭ അത്രത്തോളം ലോകത്താൽ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകത്തെ സ്വാധീനിക്കുവാനാണ്, ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യുവാനാണ് ദൈവം സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നത്. പക്ഷെ ലോകം ഇന്ന് സഭയെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. Am I right? ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തെ വെല്ലുന്ന സൗകര്യങ്ങൾക്കാണ് നമ്മുടെ മോഹം. ഇന്ന് ലോകത്തെ വെല്ലുന്ന പള്ളികൾ നമുക്കുണ്ട്. ലോക സംഗീതത്തെ വെല്ലുന്ന റാപ്പ് മ്യൂസിക്, ക്രിസ്ത്യൻ മ്യൂസിക്സ് ഉണ്ട് നമുക്ക്. ലോകത്തിന്റെ മ്യൂസിക്കിനെ വെല്ലുന്ന മ്യൂസിക് നമുക്കുണ്ട്. ലോകത്തിന്റെ പള്ളികളെ വെല്ലുന്ന പള്ളികൾ നമുക്കുണ്ട്. ലോകത്തിന്റെ പ്രസംഗങ്ങളെ വെല്ലുന്ന പ്രസംഗങ്ങൾ നമുക്കുണ്ട്. വി ഹാവ് എവറിഥിങ്. ലോകത്തെ വെല്ലുന്ന. ഞാൻ ബോംബെയില് ഷെറൺ ചർച്ചസിന്റെ ഒരു യൂത്ത് ക്യാമ്പിന് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ അന്ന് ഫ്യൂ ഇയേഴ്സ് ബാക്ക്, മേ ബി 2 years ബാക്ക്, ഹിൽ സോങ്സ് അവിടെ വന്ന് പാട്ട് പാടുന്നുണ്ട്. പക്ഷേ അതിന് വിളിക്കാൻ വന്ന പയ്യൻ, അതായത് ഇൻവൈറ്റ് ചെയ്യാൻ വന്ന പയ്യൻ, വലിയൊരു ക്യാമ്പാ, 400 പിള്ളേരുള്ള ഒരു ക്യാമ്പ്, യൂത്ത് ക്യാമ്പാ. അവിടെ വന്ന് പറഞ്ഞാൽ എന്നറിയാമോ, ഹിൽ സോങ്സിന്റെ പാട്ടിന് എല്ലാവരും പറഞ്ഞ കാര്യം അറിയാം. Guys, everybody should come. We are using the best audio system in Asia, right? എല്ലാരും ഹിൽ സോങ്സിന്റെ പാട്ട് കേൾക്കാൻ വരണം, വർഷിപ്പിന് വരണം. എന്തുകൊണ്ട്? വി ആർ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ. റീസൺ പറഞ്ഞത് കേൾക്കണം. എന്താ? ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഡിയോ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹിൽ സോങ്സിന്റെ പാട്ട് കേൾക്കാൻ എല്ലാവരും വരണമെന്ന്. ഞാൻ ഹിൽ സോങ്സിനെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ കൊച്ചി ചെറുക്കന്റെ മനസ്സിൽ കയറി കിടക്കുന്ന ആലോചിച്ച് നോക്കിയേ. എന്താണ് ലോകത്തിന്റെ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൗകികത അഡോപ്റ്റ് ചെയ്യാനാണ്. ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഈവൻ യൂസിങ് ദ ബെസ്റ്റ് ഓഡിയോ സിസ്റ്റം ഇൻ ഏഷ്യ. ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷെ അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഈ വർഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട കാരണം. അവിടെ ഉപയോഗിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഓഡിയോ സിസ്റ്റം ആണെന്ന് പറയാൻ തക്കവണ്ണം ഈ പയ്യന്റെ മനസ്സ് കറപ്റ്റ് ആയത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയാ. ക്രൂശും എടുത്തിനി ഞാനൻ യേശുവേ പിൻചെൽകയാ, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ